പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ പറയുക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇത് കുട്ടികളുടെ ഒരു കളിപ്പാട്ടമാണ്, ബബിൾസ് ഉണ്ടാക്കുന്നതാണ്. അതിനെ കുറിച്ചിട്ടാണ്. ഇതൊരു കളിപ്പാട്ടമാണ്. ഇതിൽ നിന്ന് നമുക്ക് വലിയ വലിയ ജീവിത പാഠങ്ങളുണ്ട്. ഇനി നമുക്കറിയാം, ഇത് എല്ലാ മനുഷ്യരും ലോകത്തുള്ളവര് വലിയ ജീവിതഭാരം തലയിൽ വെച്ചിട്ട് എല്ലാം അവരുടെ തലയിലാണ്. ചിലർക്ക് കുടുംബത്തിന്റെ ഭാരം, ചിലർക്ക് അവനവന്റെ തന്നെ ഭാരം, അല്ലെങ്കിൽ പഠന ഭാരം, ചിലർക്ക് ലോകത്തിന്റെ ഭാരം, രാജ്യത്തിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഈ ഭാരത്തിന് വേണ്ടി എന്തെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഭാരം. വഴി പോകുന്ന ഭാരം എടുത്ത് തലയിൽ വയ്ക്കും, മറ്റുള്ളവർ ജോലി ചെയ്തു കൊടുക്കുക. അങ്ങനെ വർദ്ധിച്ച ടെൻഷൻ. ഈ ഭാരം എന്ന് അനുഭവിക്കുന്ന കുറെ ആൾക്കാർക്ക് ഓണറാകും, പലതിന്റെയും വർദ്ധിച്ച സമ്പത്തിന്റെ ഓണറാകും. വർദ്ധിച്ച സമ്പത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വീട്, വലിയ കാറ്, വീട് നിറയെ ഫർണിച്ചറുകൾ, അതേപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കോടിക്കണക്കിനുള്ള ഡെപ്പോസിറ്റുകൾ, വസ്തുവകകൾ, അങ്ങനെ ഇതിനെല്ലാം വേണ്ടി സ്വന്തം ജീവിതം അസ്തവും. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്തിൻ്റെങ്കിലും ഓണറാവുക എന്നുള്ളത്. ഒരു ഇല്യൂഷനാണ്. $25,500 ദിവസമാണ് ഒരു മനുഷ്യൻ ഭൂമിയിലുള്ളത്. നമ്മുടെ മരണശേഷം ഈ ഭൂമി 25,500 കോടി 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 വർഷങ്ങളുണ്ടാവും. ഈ 25,550 ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് 12,770 ദിവസം രാത്രിയായിട്ട് നടന്നുള്ളൂ. 12,775 പകല് മാത്രമേ മനുഷ്യനുള്ളൂ. ഈ 12,775 ദിവസത്തിന്റെ ഓണറാവാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലൊക്കെ കഷ്ടപ്പെടും, വർദ്ധിച്ച ടെൻഷൻ അനുഭവിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരയണു, കഴുത് കരയും പോലെ ആത്മഹത്യ ചെയ്യുന്നു. ഒരാൾക്കൊരു സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ കഴിയുള്ളൂ. 12,775 ദിവസം പകലുകളുടെ വസ്തുവകകളുടെ ഓണറാവാൻ ഒരിക്കലും കഴിയില്ല. ഈ ബബിൾസ് പോലെയാണ്. ഓരോ ബബിൾസ് 27 വിചാരിച്ചാൽ 3 ബബിൾസ് പൊട്ടുമ്പോഴേക്കും നമ്മുടെ ജീവിതം തീർന്നുണ്ടാവും. ഓരോ 20 വർഷവും ഓരോ സെക്കൻഡ് പോലെ കടന്നു പോകും. അതിനുവേണ്ടി വിവിധ ഓണറാവാൻ വേണ്ടി ഒരിക്കലും കഴിയില്ല. ഓണറാവുക ഒരു സൂക്ഷിപ്പുകാരൻ വേണ്ടി, ക്ലോക്ക് റൂം കരാറുകാരനെ പോലെ, അല്ലെങ്കിൽ പാർക്കിംഗ് കരാറുകാരനെ പോലെ ഒരു സൂക്ഷിപ്പുകാരനാകാൻ വേണ്ടിയിട്ട് എല്ലാ ഭാരം തലയിൽ വെച്ച് നടക്കുന്നു. അവസാനം ഭാരം താങ്ങാനാവാതെ കഴുത കരയും പോലെ കൊണ്ട് തരും. നടക്കാത്ത കാര്യം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയണ്ടെങ്കിലും അതൊക്കെ വെറുതെ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് തലകുത്തി നിന്ന് നടക്കാൻ സാധിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒന്നുമല്ല. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്താൻ പറ്റിയിട്ട് അദ്ദേഹത്തിന് നാടുകടത്തി LBയിലേക്ക് കടലൊക്കെ നീന്തി വരുന്നുണ്ട്. പക്ഷെ വീണ്ടും പരാതികാരിയൊന്നും അവിടെ സാധിച്ചില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ ഒന്നാണ് ഓണറാവുക എന്നുള്ളത്. ഓണറാവാൻ ഒരിക്കലും കഴിയില്ല. വേറെ എന്താണ് ബബിൾസ് റെപ്യൂട്ടേഷൻ.
മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരം അതിനുവേണ്ടി ശ്രമിക്കും. ഈ ലോകത്ത് ആരും ഒരാളുടെ യോഗ്യത അംഗീകരിക്കില്ല. ബബിൾസ് പോലെ സ്വന്തം മക്കളെ ചിലപ്പോ നമ്മള് പുകഴ്ത്തി പറഞ്ഞു അത് അംഗീകരിക്കുന്നു വരും. അല്ലെങ്കിൽ മക്കള് ചിലപ്പോ അച്ഛനും അമ്മയും വളരെ റയറായിട്ട് ചിലപ്പോ അനുഭവിച്ചു എന്ന് വരും. കുടുംബത്തിലെ അംഗങ്ങൾ പോലും അവരുടെ പ്രശസ്തിയോ യോഗ്യതകളോ ആരും അംഗീകരിക്കില്ല. എങ്കിലും മറ്റുള്ളവരൊക്കെ അത് അസൂയയോടെ ശത്രുതയോടെ നോക്കുകയാണ്. കുടുംബത്തിലല്ലാത്തവർ അടക്കം എല്ലാവരും ശത്രുതയോടെ നോക്കുകയാണ്. വലിയ സമ്പത്തിന്റെ ഒരു അസൂയയോടെ കാണും. വലിയ ധനവാന് ഒരു ധനമില്ലാത്തൊരു ശത്രുവായി കാണും. വലിയ യോഗ്യതയുള്ളവരെ ഒരു യോഗ്യതയില്ലാത്തൊരു ശത്രുക്കളായി കാണും. സൗന്ദര്യമില്ലാത്തൊരു ശത്രുക്കളായി കാണും. ഊതിക്കുടിക്കാൻ കഞ്ഞിയില്ലാത്തവര് ഊതിക്കുടിക്കാൻ കഞ്ഞിയുള്ളവരെ ശത്രുക്കളായി കാണും. ഇല്ലേ? പരസ്പര ശത്രുക്കളായി കാണും. നീ നോക്കൂ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലത്തും ലോകം ഇട്ടിട്ട്. ഒരു 10,000-കണക്കിന് തലമുറകളെ കൊന്നൊടുക്കാനുള്ള ആറ്റം ബോംബുകളോ അണുബോംബുകളോ ഹൈഡ്രജൻ ബോംബുകളോ ന്യൂട്രൺ ബോംബുകളും മിസൈലുകളും നമ്മുടെ നാട്ടിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടത്? സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല, ശത്രുക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി. വരുന്ന 10, 1000, 15, 26 വർഷവും ഇതന്നെ സംഭവിക്കും. പരസ്പരം ഏറ്റുമുട്ടും, പരസ്പരം ശത്രുക്കളായി കണ്ട് കൊന്നൊടുക്കും. ഇനി ഒരു 3-ാം ലോകമായ യുദ്ധം ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. കാത്തിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പരസ്പരം പൊരുതിച്ചാവും. ഒരു ബേസും ഇല്ലാത്ത ഡിഫറൻസ്. എല്ലാ മനുഷ്യ രൂപങ്ങളും ആഹാരത്തിൽ നിന്നാണ്. അച്ഛന്റെ ശരീരത്തിൽ ബീജമായിട്ട് വരുന്നത് കഴിച്ച ആഹാരത്തിൽ നിന്നാണ്. അമ്മയുടെ ശരീരത്തിൽ അണ്ടായിട്ട് വരുന്നത് കഴിച്ച ആഹാരത്തിനാണ്. അന്നാത്ഭവന്തി ഭൂതാനി തർജന്യാതന്ന സംഭവ തന്നെ പറയുന്നു. അന്നത്തിൽ നിന്നാണ്. അന്ന എവിടുന്ന് കഴിച്ചു? മഴയിൽ നിന്നാണ്. ഈ കഴിച്ച ആഹാരത്തിനോ വെണ്ടയ്ക്കോ ഉരുളക്കിഴങ്ങോ പൊറോട്ടയോ അതിനൊന്നും ജാതിയും മതവും ഒന്നുമില്ല, പ്രദേശമില്ല. ഏതെങ്കിലും പ്രദേശത്തിന് ഓണറുമല്ല. തക്കാളിക്കോ ഉരുളക്കിഴങ്ങോ മുട്ടയ്ക്കോ. പക്ഷെ അതിന് ഉണ്ടാകുന്ന ജീവി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഒന്നുകിൽ ലോകത്തെ നേരാക്കാൻ നടക്കും, അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാൻ നടക്കും. Everyone thinks of changing the world, no one thinks of changing himself. എല്ലാവരും ലോകത്ത് നന്നാക്കാൻ നടക്കും. ആരും ലോകത്ത് സ്വയം നേരാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഈ ലോകത്തിന്റെ പ്രശ്നം അതാണ്. ആ ഒരേ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും. ആർക്ക് സ്വയം നേരാക്കണ്ട, ലോകത്ത് നന്നാക്കണം. അനിത്യം അസുഖം ലോകം യുവം പ്രാപ്യപരസ്മ. ഈ ലോകം അനിത്യമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഗീതയിൽ. നിത്യമല്ല, നശിച്ചു പോകുന്നതാണ്. അവിടെ നിത്യനായി കരുതി എല്ലാ കാര്യങ്ങളും ചെയ്തുകൂടാ, സ്വത്ത് സമ്പാദിക്കാൻ നോക്കുന്നു. നടക്കാത്ത കാര്യം. സൂക്ഷിപ്പുകാരെ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശസ്തിയും ശ്രമിക്കുന്നു. ഒരിക്കലും നടക്കില്ല. ആരും നിങ്ങളുടെ യോഗ്യത ഈ ലോകത്ത് ആരും അംഗീകരിക്കില്ല. ഒരു തെറ്റിദ്ധാരണ പോലെ അതിനുവേണ്ടി ഓടി നടക്കുന്നു. വലിയ വലിയ ക്വാളിഫിക്കേഷൻസ് ആർജിച്ചിട്ട് അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഭരണാധികാരികളുടെ മുന്നിൽ മുട്ടും മടക്കി അങ്ങനെ നിൽക്കുന്നു. മുട്ടു കുടിഞ്ഞു, അല്ലെങ്കിൽ കുടിഞ്ഞ് നമസ്കരിച്ച് നിൽക്കുന്നു. അധികാര സ്ഥാനമാണ്. ചില ആൾക്കാരെ എന്റെ കഴിവിലാണ് എല്ലാം വേണ്ടി നടക്കും. കാണുക നമ്മുടെ സംസാരം കൊണ്ട് എത്ര വിശ്വമീവണ്ണം നിൽപ്പു എന്ന് ചിലർ. ഞാൻ കാരണമാണ് ഈ ലോകത്ത് നിന്ന് നടക്കുന്നത്. എനിക്ക് ലോകത്തിലെ നോബൽ പ്രൈസ് കിട്ടണം, ഞാനാണ് എല്ലാം. ഒരിക്കലും പരസ്പരം ശത്രുക്കളായിട്ട് ഓരോരുത്തരും വിചാരിക്കും. ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കാനുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അണുബോംബും ഹൈഡ്രജൻ ബോംബും മിസൈലുകളും ഡ്രോണുകളും
ഒരു 10-500 കൊല്ലത്തേക്കുള്ള ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. പരസ്പര സംശയത്തോടെ കാണുന്നു. ആദ്യ ശത്രുക്കളാന്ന് വിചാരിച്ചവർ പിന്നീട് യോജിച്ച് അവർ ബന്ധുക്കളായി മാറും. ആദ്യം ബന്ധുക്കളാന്ന് വിചാരിച്ചവർ വീണ്ടും ശത്രുക്കളായി മാറും. പരസ്പരം കൊന്നൊരു പരസ്പരം നശിപ്പിക്കാൻ ആഗ്രഹിക്കും. അറിയുക പോലും ചെയ്യാത്ത ആൾക്കാരെ കൊന്ന് അതിൽ അഭിമാനം കൊള്ളും. ഈ മരിച്ചു കഴിഞ്ഞ ആരാണെന്ന് പോലും അറിയില്ല, കൊല്ലുന്ന പോലും ആരാണെന്ന് അറിയില്ല. പരസ്പരം ശത്രുക്കളായി പോകുന്നു. കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്ന ഈ ജീവി ഞാനൊരു അനിത്യനാണെന്ന് അറിയുന്നേ ഇല്ല. ഈ മൂന്ന് കുമ്പളകൾ പൊട്ടി മുളയ്ക്കും നമ്മുടെ ജീവൻ തീർന്നിട്ടും അത് അറിയുന്നില്ല. ഇവിടെ പെർമനന്റ് ആണ്, പെർമനന്റ് ആണ്, അനിത്യമാണ്. നമ്മൾക്ക് ഈ ലോകത്ത് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്ത് നമ്മൾ നന്നാക്കേണ്ട ആവശ്യമില്ല. ഒഴിവുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ നേരാകുന്നു. ഈ ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് വലിയ ഈ ബബിൾസ് പോലെയാണ് നമ്മുടെ ജീവിതം. അനിത്യമാണ്. ആൾക്കാരുടെ പ്രശസ്തി അംഗീകാരവും എല്ലാം ഈ ബബിൾസ് പോലെ നിസ്സാരം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെയും പ്രശംസിക്കുമ്പോൾ അത് ഇന്ത്യക്ക് വേണ്ട. പരസ്വഭാവ കർമാണി പ്രശംസയതിനെ ഗർഹയത് വിശ്വമേകാത്മകൻ പശ്യൻ പ്രകൃത്യാ പുരുഷേണ പരസ്വഭാവ കർമാണി പ്രശംസതേ നിന്ദതേ സ ആശുപൃഷതേ സ്വാർത്ഥാത് അസത്യ അഭിനിവേശത. ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം. ആരെയും പ്രശംസിക്കുമ്പോൾ നിന്ദിക്കും വേണ്ട. ഈ ബബിൾ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട. നമ്മൾ അനിത്യമാണെന്ന് മനസ്സിലാക്കുക. ഭൂമിയിലുള്ള ദിവസങ്ങൾ സന്തോഷപ്രദമായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളിപ്പാട്ടം ഞാൻ വാങ്ങിച്ചത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ എന്റെ ചാനൽ വേറെ ആയിക്കോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. $25,550 ദിവസം മാത്രം നിൽക്കുന്ന ബബിൾസ് ആണ് ഓരോരുത്തരുടെയും ജീവിതം. പ്രശസ്തി അംഗീകാരം എല്ലാം ഈ ബബിൾസ് പോലെ നിസ്സാരം. സ്വത്ത് സമ്പാദനവും എല്ലാം സ്ഥാനമാനങ്ങൾ നേടിയെടുക്കലും എല്ലാം ഈ ബബിൾസ് പോലെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ്.